ടെക് ലോകത്തെ വാർത്തകൾ. കൃത്രിമ ബുദ്ധിയുടെ ലോകത്ത് ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനവുമായി ഓപ്പൺ AI കമ്പനി പുറത്തിറക്കാൻ തയ്യാറെടുക്കുന്ന അടുത്ത തലമുറ AI മോഡൽ കുടുംബത്തിന് ആസ്ട്ര എന്ന പേരായിരിക്കുമെന്നാണ് സൂചന. ഇത് നിലവിലുള്ള മോഡലുകളെ അപേക്ഷിച്ച് മണിക്കൂറുകളോ ദിവസങ്ങളോ സ്വയം പ്രവർത്തിച്ച് വലിയ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ ശേഷിയുള്ളതാണെന്നും കമ്പനി അവകാശപ്പെടുന്നു. കമ്പ്യൂട്ടേഷണൽ മാത്സ്, ക്രിപ്റ്റോഗ്രഫി മേഖലകളിലെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള 10ഓളം ഗണിത പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഓപ്പൺ AI മുൻകൂട്ടി പ്രിവ്യൂ ചെയ്ത അടുത്ത തലമുറ മൾട്ടി ഏജന്റ് മോഡൽ കുടുംബമാണ് ആസ്ട്ര. ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച ബ്ലോഗ് പോസ്റ്റിലാണ് ഓപ്പൺ AI ഈ വിവരം പങ്കുവച്ചത്. AI സൃഷ്ടിച്ച തെളിവുകൾ ഗവേഷകർ പരിശോധിച്ചുറപ്പാക്കിയതായും ഇവ പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നും ഓപ്പൺ AI പറയുന്നു. അതേസമയം ആസ്ട്ര മോഡലിന്റെ സാങ്കേതിക സവിശേഷതകൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ മൊത്തം കമ്പ്യൂട്ടിംഗ് ചെലവ് ഏകദേശം $2000 വരുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയത്. എന്നാൽ ഈ മുന്നേറ്റങ്ങൾക്കൊപ്പം ആശങ്കകളും ഉയരുന്നുണ്ട്. നൂറുകണക്കിന് ഗണിതശാസ്ത്രജ്ഞർ AI സൃഷ്ടിക്കുന്ന തെളിവുകളുടെ വിശ്വാസ്യത സംബന്ധിച്ചും ഗവേഷണ സുതാര്യത സംബന്ധിച്ചും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെ ഗവേഷണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനായി ChatGPT ഫോർ അക്കാഡമിക് റിസർച്ചേഴ്സ് എന്ന പുതിയ പദ്ധതിയും ഓപ്പൺ AI പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ ലോകമെമ്പാടുമുള്ള 1,00,000 ശാസ്ത്രജ്ഞർക്കും ഗണിതശാസ്ത്രജ്ഞർക്കും കമ്പനിയുടെ ഏറ്റവും പുതിയ AI മോഡലുകളിലേക്ക് സൗജന്യ ആക്സസ് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. AI ഗണിതശാസ്ത്ര ഗവേഷണത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുമ്പോൾ അതിന്റെ ഫലങ്ങളുടെ വിശ്വാസ്യതയും ഗണിതശാസ്ത്രീയ പരിശോധനയും സംബന്ധിച്ച ചർച്ചകൾ കൂടുതൽ ശക്തമാവുകയാണ്. ഓപ്പൺ AIയുടെ ആസ്ട്ര മോഡലിന്റെ യഥാർത്ഥ ശേഷി സംബന്ധിച്ച് ഗവേഷകരുടെ പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമായ ചിത്രം ലഭിക്കൂ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അതിവേഗം വളരുന്ന ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് ഉടൻ തന്നെ 4 പുതിയ ആഗോള ബ്രാൻഡുകൾ അരങ്ങേറ്റത്തിനൊരുങ്ങുന്നു. JSW മോട്ടോഴ്സ്, ജെനസിസ്, ലീപ് മോട്ടോർ, സ്ലേറ്റ് ഓട്ടോ എന്നീ കമ്പനികളാണ് ഇന്ത്യൻ വിപണിയിൽ മത്സരത്തിന് ചൂടേകാൻ എത്തുന്നതെന്നാണ് റിപ്പോർട്ട്. ഏതൊരു വാഹന നിർമ്മാതാക്കളെയും ആകർഷിക്കുന്ന സാഹചര്യവും കടുത്ത മത്സരവും ഇന്ത്യയിലെ വാഹന വിപണിക്കുണ്ട്. ഈ വെല്ലുവിളിയും സാധ്യതയും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ മത്സരത്തിനൊരുങ്ങുകയാണ് JSW മോട്ടോഴ്സ്, ജെനസിസ്, ലീപ് മോട്ടോർ, സ്ലേറ്റ് ഓട്ടോ എന്നീ ബ്രാൻഡുകൾ. MG മോട്ടോറുമായി ചേർന്നാണ് JSW ഗ്രൂപ്പ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ JSW മോട്ടോഴ്സ് എന്ന സ്വതന്ത്ര കമ്പനിയായി ഇത് മാറിയേക്കും. 4 വർഷത്തിനുള്ളിൽ 15 പുതിയ മോഡലുകളാകും കമ്പനി ഇന്ത്യയിൽ എത്തിക്കുക. 2030 26 പുതിയ മോഡലുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള വലിയ പദ്ധതിയുമായാണ് ഹുണ്ടായുടെ ആഡംബര വാഹന ബ്രാൻഡായ ജെനസിസ് ലക്ഷ്യമിടുന്നത്. GV80 SUV-യാണ് ജെനസിസിന്റെ ഇന്ത്യയിലെ ആദ്യ മോഡൽ. GV80യുടെ കൂപ്പേ പതിപ്പ് നേരത്തെ കമ്പനി ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ചെയ്തിരുന്നു. 2015 പ്രവർത്തനം ആരംഭിച്ച ചൈനീസ് വൈദ്യുത വാഹന നിർമ്മാതാക്കളായ ലീപ് മോട്ടോറും ഇന്ത്യൻ വിപണിയിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. ജീപ്പ്, സിട്രോൺ എന്നിങ്ങനെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ ഉടമകളായ സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പുമായി സഹകരിച്ചാവും ലീപ് മോട്ടോറിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ്. പ്രീമിയം ബജറ്റ് വിഭാഗങ്ങളിൽ നിരവധി മോഡലുകൾ ഇന്ത്യയിൽ എത്തിക്കാൻ ലീപ് മോട്ടോറിന് പദ്ധതിയുണ്ട്. ആമസോൺ പിന്തുണയുള്ള അമേരിക്കൻ വൈദ്യുതി വാഹന സ്റ്റാർട്ടപ്പാണ് സ്ലേറ്റ് ഓട്ടോ. പരമ്പരാഗത കാർ നിർമ്മാണ രീതികളിൽ നിന്നും വ്യത്യസ്തമായ മോഡുലാർ നോ ഫ്രിൽസ് ഡിസൈൻ ആശയവുമായാണ് ഇവർ ശ്രദ്ധ നേടിയത്. സ്ലേറ്റ് ഓട്ടോയുടെ ഇലക്ട്രിക് പിക്കപ്പ് ട്രക്ക്, SUV മോഡലുകൾ എന്നിവയുടെ ഡിസൈൻ പേറ്റന്റുകൾ ഇന്ത്യയിൽ കമ്പനി ഫയൽ ചെയ്തു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിലെ വാഹന വ്യവസായത്തെ ബാധിക്കുന്ന ആശങ്കാജനകമായ കണ്ടെത്തലുമായി പുതിയ പഠന റിപ്പോർട്ട്. വാഹനങ്ങളിലെ തുരുമ്പ് പ്രതിരോധത്തിൻ്റെ കുറവ് മൂലം ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് ഓരോ വർഷവും 87,098 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നതായി നോമുറ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസൾട്ടിംഗ് ആൻഡ് സൊല്യൂഷൻസ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നു. രാജ്യത്തിന്റെ ഓട്ടോമൊബൈൽ മേഖലയുടെ മൊത്തം സാമ്പത്തിക സംഭാവനയുടെ ഏകദേശം 3% നഷ്ടം തുരുമ്പ് മൂലമാണെന്നാണ് പുതിയ പഠനം ചൂണ്ടിക്കാട്ടുന്നത്. റിപ്പോർട്ട് പ്രകാരം തുരുമ്പ് മൂലം വാഹനങ്ങളുടെ ആയുസ് കുറയാനും അറ്റകുറ്റപ്പണി ചെലവ് വർദ്ധിക്കാനും പുനർവിൽപ്പന മൂല്യമിടിയാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് പ്രതിവർഷം വൻ സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വരുന്നതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതേസമയം ഗുണമേന്മയുള്ള തുരുമ്പ് പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിച്ചാൽ പ്രതിവർഷം 30,484 കോടി രൂപ വരെ ലാഭിക്കാനാകുമെന്നാണ് റിപ്പോർട്ടിന്റെ വിലയിരുത്തൽ. രാജ്യത്തിന്റെ GDP-യിൽ 6.23%, ഉൽപ്പാദന മേഖലയിലെ GDP-യുടെ ഏകദേശം പകുതിയോളവും ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ സംഭാവനയാണ്. റിപ്പോർട്ട് അനുസരിച്ച് വാഹനങ്ങളുടെ അണ്ടർബോഡി, ചേസിസ്, എക്സോസ്റ്റ് സിസ്റ്റം, വാതിലുകൾ, ട്രങ്ക്, ഹിഞ്ചുകൾ തുടങ്ങിയ പ്രധാന ഭാഗങ്ങളിലാണ് തുരുമ്പ് കൂടുതലായി ബാധിക്കുന്നത്.
ഇത് സുരക്ഷയെയും വാഹനത്തിന്റെ ദീർഘായുസ്സിനെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ പ്രശ്നത്തിന് പ്രധാന കാരണമായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഗാൽവനൈസ്ഡ് സ്റ്റീലിന്റെ കുറഞ്ഞ ഉപയോഗമാണ്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വാഹനങ്ങളിൽ 70% വരെ ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന വാഹനങ്ങളിൽ ഇത് ശരാശരി 22% മാത്രമാണ്. ഇന്ത്യയിലെ ഉയർന്ന ഈർപ്പം, തീരപ്രദേശങ്ങളിലെ ഉപ്പിന്റെ സാന്നിധ്യം, ദീർഘകാല മൺസൂൺ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയും വാഹനങ്ങളിൽ തുരുമ്പ് വേഗത്തിൽ രൂപപ്പെടാൻ കാരണമാകുന്നതായി റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയിൽ യാത്രാവാഹനങ്ങൾക്ക് നിർബന്ധിത തുരുമ്പ് പ്രതിരോധ മാനദണ്ഡങ്ങൾ നിലവിലില്ലെന്നും റിപ്പോർട്ട് വിമർശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.